ഹലോ എവരിവൺ, വെൽക്കം ടു ലിവ് ഇൻ ലെൻസോൾ. നമുക്കിന്ന് ഡൈനാമിക് സൂമിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഡൈനാമിക് സൂമിങ് വീഡിയോയിലും അതേപോലെ ഫോട്ടോസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ ഒരു ഫോട്ടോ ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോട്ടോയിൽ എങ്ങനെയാണ് ഡൈനാമിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായി ഫസ്റ്റ് തന്നെ ആ ഫോട്ടോ അല്ലെങ്കിൽ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസ്പെക്ടറിൽ പോവുക. അവിടുന്ന് ഡൈനാമിക് സൂം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഓൺ ആക്കുക. ഡിഫോൾട്ടായിട്ട് ഈ ലീനിയറിലായിരിക്കും കിടക്കുന്നത്. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക, അതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ നമുക്ക് ഡൈനാമിക് സൂമി ഈ ഒരു ക്ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ട്രാൻസ്ഫോം ഉള്ള ഒരു ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഡൈനാമിക് സൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു റെഡ് ബോക്സും ഒരു ഗ്രീൻ ബോക്സും അപ്പിയർ ആവും. ഇതിൽ ഗ്രീൻ ബോക്സിൽ നിന്നാണ് സൂം ഔട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് എൻഡ് ചെയ്യുക റെഡ് ബോക്സിൽ. അതായത് എവിടെയാണോ ഗ്രീൻ ബോക്സ് ഉള്ളത് അവിടെ നിന്ന് തുടങ്ങി റെഡ് ബോക്സിൽ വന്ന് അവസാനിക്കും. ഇപ്പോൾ കിടക്കുന്ന ഗ്രീൻ ബോക്സ് ചെറുതാണ്. അപ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂം ഔട്ടാണ് ചെയ്യുക. ഓക്കെ, ഇത് ഇനി സൂം ഇന്ന് ചെയ്യണമെങ്കിൽ ഡൈനാമിക് സൂമിൽ വരിക. അതിൽ സ്വാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനില്ലേ, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ ഗ്രീൻ ബോക്സ് ഔട്ട് സൈഡിലും റെഡ് ബോക്സ് ഇൻസൈഡിലും വരും. അങ്ങനെ നമുക്ക് സൂം ഇന്നാവും. അതായത് പച്ചയിൽ നിന്നോ സ്റ്റാർട്ട് ചെയ്ത് റെഡിൽ അവസാനിക്കുന്ന രീതിയിൽ. ഈ ഒരു സൂമിങ്ങിൻ്റെ എത്രത്തോളം സൂം ചെയ്യണമെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഗ്രീൻ ബോക്സിൻ്റെ വലുപ്പമാണ്. നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ബോക്സ് ചെറുതാക്കാം. ഈ 4 സൈഡിൽ നിന്ന് ഉള്ളോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ഗ്രീൻ ബോക്സ് ചെറുതാവുന്നതാണ്. ഗ്രീൻ ബോക്സ് എത്രത്തോളം ചെറുതാവുന്നോ അത്രത്തോളം സൂമിങ് കൂടും. അതായത് ഈ ഒരു ഗ്രീൻ ബോക്സ് ഇത്രയ്ക്ക് ചെറുതായി ആ ഒരു ബോക്സിൽ കാണുന്ന ഏരിയയിൽ നിന്നും പുറത്തോട്ടായിരിക്കും സൂം ഔട്ട് ഇതിൽ സംഭവിക്കുക. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, അങ്ങനെയാണ് സൂം ഔട്ട് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഇൻ സംഭവിക്കും. അതായത് ഏറ്റവും വലിയ പിക്കിൽ നിന്ന്, അതായത് വീഡിയോയിൽ നിന്നോ പിക്കിൽ നിന്നോ ഉള്ളോട്ട് ഈ ഒരു ബോക്സിലേക്ക് എൻഡ് ചെയ്യും. സ്വാപ്പ് ചെയ്തു. നമുക്കിപ്പോൾ ഈ സെൻറ്ററിലല്ല വേണ്ടത്, വേറൊരു പോർഷനിലാണ് സൂമിൻ ചെയ്യേണ്ടതെങ്കിൽ, ഈ ഒരു ബോട്ടിൻ്റെ സൈഡിലാണ് സൂമിൻ ചെയ്യേണ്ടതെങ്കിൽ ഈ ബോക്സ് ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു പോർഷനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് സൂമിനായി വരും. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് എവിടെ വേണോ അവിടേക്ക് നമുക്ക് പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു സൂമിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ സൂമിങ്ങിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം സൂം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആ ഒരു ക്ലിപ്പിൻ്റെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്ലിപ്പിൻ്റെ ഡ്യൂറേഷനോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് പെട്ടെന്ന് സൂമിങ് ചെയ്യണം, വലിയൊരു ക്ലിപ്പാണെങ്കിൽ ആ ക്ലിപ്പിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ, ഇപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ക്ലിപ്പ് പെട്ടെന്ന് സൂം ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ ഒരു സൂമിങ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും നേരത്തെ കണ്ടതിനെക്കാട്ടും സ്പീഡിൽ ഈ ഡൈനാമിക് സൂമിങ് വർക്ക് ആവുന്നതാണ്. കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ ഫാസ്റ്റ് കൂടിയത് കണ്ടോ. അതായത് ക്ലിപ്പിൻ്റെ ഡ്യൂറേഷനും അതേപോലെ എത്രത്തോളം സൂമിങ് ചെയ്യണം എന്നുള്ളതും ഈ ഒരു സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് ഈ ഡൈനാമിക് സൂമിങ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് പാൻ ചെയ്യാൻ പറ്റും ഒരു വീഡിയോയിലോ ഫോട്ടോയിലോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് ബോക്സും ഗ്രീൻ ബോക്സും ഒരേ സൈസിലാക്കുക, ഏകദേശം ഒരേ സൈസിലാക്കുക. ഇപ്പോൾ ഏകദേശം ഒരേ സൈസിലാണ് രണ്ടും. നമുക്ക് റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റിലോട്ടാണ് പാൻ ചെയ്യേണ്ടതെങ്കിൽ ഗ്രീൻ ബോക്സ് റൈറ്റിൽ പ്ലേസ് ചെയ്യുക, റെഡ് ബോക്സ് പാനിങ് എവിടെയാണോ അവിടേക്ക് പ്ലേസ് ചെയ്യുക. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് പാൻ ആവുന്നതാണ്. കണ്ടോ, ഇതുപോലെ സംഭവിക്കുന്നതാണ്. ഓക്കെ,
അത് എത്ര ഡ്യൂറേഷൻ ആ ഒരു ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം എത്രത്തോളം ക്ലിപ്പ് ലെങ്ത് വേണം, അതേപോലെ തന്നെ എത്രത്തോളം സ്പീഡ് വേണം എന്നൊക്കെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ഇതെന്തെങ്കിലും മെസ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഡൈനാമിക് സൂം എന്ന് പറയുന്നതിൻ്റെ അടുത്തൊരു വീല് കണ്ടോ, അത് ക്ലിക്ക് ചെയ്താൽ ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിലേക്ക് ഈ ബോക്സസ് വരും. ഇനി നമുക്ക് ഈ ലീനിയർ, ഈ ഒരു ഓപ്ഷനിൽ ലീനിയർ കണ്ടോ, അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈസ് ഇൻ, ഈസ് ഔട്ട്, ഈസ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ കാണാം. ലീനിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പീഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഈസ് ഇൻ എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ സ്ലോ ആയിട്ട് തുടങ്ങി ദെൻ ആക്സലറേറ്റ് ചെയ്യാണ് ചെയ്യുക. അതിൻ്റെ ഒരു സൂമിങ്ങോ സൂം ഔട്ടോ ചെയ്യുന്ന പ്രോപ്പർട്ടി ഫസ്റ്റിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് മെല്ലെ തുടങ്ങി അവസാനിക്കുമ്പോൾ ഫാസ്റ്റിൽ അവസാനിക്കും. ഇനി ഈസ് ഔട്ട് ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതായത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഫാസ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ട് എൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മോഷൻ ഡീസലറേറ്റ് ചെയ്യും. ഇനി അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള ഈസ് ഇൻ ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് ആയിട്ട് തുടങ്ങുന്ന സമയത്തും സ്ലോ ആയിട്ട് തുടങ്ങും, പിന്നീട് എൻഡ് ചെയ്യുന്ന സമയത്തും സ്ലോ ആയിട്ട് എൻഡ് ചെയ്യും. ഇതിൻ്റെ ബിറ്റ്വീൻ ഈ 2 പോർഷൻ്റെ നടുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അതാണ് ഈ ഈസ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഈസ് ഇൻ സെലക്ട് ചെയ്തു. ഈസ് ഇൻ ആകുമ്പോൾ ഫസ്റ്റിൽ നമുക്ക് സ്ലോ ആയിട്ട് തുടങ്ങും, എൻഡിൽ ഫാസ്റ്റ് ആയിട്ട് അവസാനിക്കും. സ്ലോ ആയിട്ട് അത് തുടങ്ങുന്ന ഫാസ്റ്റ് ആയിട്ട് അവസാനിക്കും. ഇനി നേരെ തിരിച്ച് ഈസ് ഔട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഇത് തുടങ്ങും, എന്നിട്ട് എൻഡിൽ സ്ലോയിൽ എൻഡ് ആവും. കണ്ടോ, സ്ലോ ആയി. ഇനി ഇത് പോയി ഈസ് ഇൻ ആൻഡ് ഔട്ട് ആണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് തുടങ്ങുന്ന സമയത്ത് സ്ലോ ആയിട്ട് തുടങ്ങുകയും ചെയ്യും, പിന്നീട് ഫാസ്റ്റ് ആവും, പിന്നെ സ്ലോ ആവും. കാണിച്ചില്ല, സ്ലോ ആയിട്ടാണ് തുടങ്ങുന്നത്, ഫാസ്റ്റ് ആയി, ദെൻ സ്ലോ ആയി. ഇതാണ് ഡൈനാമിക് സൂമിങ്ങിൽ വരുന്ന പ്രോപ്പർട്ടീസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് നല്ല ഒരു മോഷൻ ആയിട്ടുള്ള വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യും. നമുക്കിത് ഫോട്ടോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡള്ളായിട്ട് സ്റ്റില്ലായിട്ടുള്ള ഫോട്ടോനെ നമുക്ക് മൂവ്മെന്റ് എടുപ്പിച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വീഡിയോയിൽ നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്നാണ് വീഡിയോ എടുത്തതെങ്കിൽ നമുക്കത് സൂം ഇൻ ആയിട്ട് വരുന്ന ചെയ്യാൻ പറ്റും, ഔട്ടായിട്ട് വരുന്ന ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യണമെങ്കിലോ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇത് ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൈനാമിക് സൂമിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.